പത്തനാപുരത്ത് ഇതുവരെ ഉണ്ടാകാത്ത അത്ര ശക്തമായ മത്സരമാണ് ഇത്തവണ നടക്കുന്നത്. പത്തനാപുരത്തെ UDF സ്ഥാനാർത്ഥി ജ്യോതികുമാർ ചാമക്കാല എന്നോടൊപ്പമുണ്ട്. എന്താണ് ഈ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ തെരഞ്ഞെടുപ്പിന്, ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ്? ഞങ്ങളെ സംബന്ധിച്ച് പരിപൂർണമായ ശുഭാപ്തി വിശ്വാസമാണുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിന് UDFന്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന ഞാൻ വിജയിക്കും. അതിനുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഈ നിയോജകമണ്ഡലത്തിലുണ്ട്. എന്താണ് ഗണേഷ് കുമാറിന്റെ പ്രധാനപ്പെട്ട ആരോപണം, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഗണേഷ് വോട്ട് ചെയ്യരുത് നിങ്ങൾ പറയുന്നത്? എന്താണ് കാരണം വേണ്ടത്? എന്താണ് കാരണമായി ഇല്ലാത്തത്? ഈ സംസ്ഥാനത്ത് കഴിഞ്ഞ 10 വർഷമായി അധികാരത്തിലിരിക്കുന്ന സർക്കാരിനെതിരായിട്ടുള്ള ഒരു വിധിയെഴുത്ത്. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ വ്യക്തിജീവിതത്തിലും പൊതുജീവിതത്തിലും പാലിക്കേണ്ട സാമാന്യ മര്യാദകൾ, ആ സാമാന്യ മര്യാദകളുടെ ലംഘനം സജീവമായി തുടർച്ചയായി ഉണ്ടാകുന്നു. അപ്പോൾ ഒരു ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് തന്നെ ആരാണോ തെരഞ്ഞെടുത്തത് അവർക്കിപ്പോൾ ഒരു അവസരം കിട്ടിയിരിക്കാൻ അവരുടെ പ്രതിനിധിയെ സംബന്ധിച്ച് ഇത്തരത്തിൽ വ്യക്തിജീവിതത്തിലും പൊതുജീവിതത്തിലും മര്യാദ കേടായി അല്ലെങ്കിൽ അതിന്റെ അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നത് അവർക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അവർക്ക് ഒത്തിരി കാര്യങ്ങളല്ലേ. 25 വർഷം തുടർച്ചയായി MLA ഒരാളെയാണ്. അങ്ങനെ ഒരാൾക്കെതിരെയാണ് മത്സരം. കഴിഞ്ഞ തവണ മത്സരിച്ചു, ഇത്തവണ വീണ്ടും വരുന്നത്. അപ്പോൾ അതിനുള്ള ഒരു ഗ്രൗണ്ട് വർക്കൊക്കെ ചെയ്തിട്ടുണ്ടോ ശരിക്കും? അതൊക്കെ ഞാനിപ്പോൾ ഇതിനെക്കുറിച്ച് ഒന്നും പറയുന്നത്, നമ്മൾ തെരഞ്ഞെടുപ്പിന്റെ ആ യുദ്ധമുഖത്താണ്, അതിന്റെ മൂർധന്യ അവസ്ഥയിൽ നിൽക്കുകയാണ്. നിങ്ങൾ തെരഞ്ഞെടുപ്പ് റിസൾട്ടിന് വെയിറ്റ് ചെയ്തോളൂ. പത്തനാപുരത്ത് നിന്ന് ചരിത്ര വിജയം UDFന് അനുകൂലമായി ഉണ്ടാകും. അതിനുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഞങ്ങളുടെ നേതാക്കന്മാരും പ്രവർത്തകരും ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങൾ ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഇതിന്റെ ആത്യന്തികമായ വിജയം UDFന് അനുകൂലമായിരിക്കുമെന്ന കാര്യത്തിൽ തർക്കവുമാണ്. LDF ഗണേശൻ പറഞ്ഞ് വ്യക്തിപരമായ അധിക്ഷേപമാണ് നടത്താൻ, അപ്പുറത്തേക്ക് വികസനം ചർച്ച ചെയ്യണം. വികസന രംഗത്ത് എങ്ങനെയാണ് ഗണേഷ് കുമാറിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നത്? വ്യക്തിപരമായ അധിക്ഷേപം എന്ന് പറയുമ്പോൾ ഞാൻ വല്ലതും പറഞ്ഞു? വ്യക്തിപരമായ അധിക്ഷേപം എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളൂ അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെയല്ലേ. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നതെല്ലാം വ്യക്തിപരമായ അധിക്ഷേപമായി പോകുന്നതിന് ഞാൻ ഉത്തരവാദിയല്ല. അതിനപ്പുറത്തേക്ക് ഇവിടെ സംഘടനാപരമായി അദ്ദേഹം നടത്തി, ഞാൻ ഒറ്റ കാര്യം, 2021 അദ്ദേഹം ജയിച്ചതിന് ശേഷം 2026 ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 2021 ശേഷം അദ്ദേഹം ബീജാപാപം നടത്തി ഇവിടെ കൊണ്ടുവന്ന ഒരു ഡെവലപ്മെന്റൽ ആക്ടിവിറ്റി ഒരെണ്ണം പറയട്ടെ. വികസനത്തെക്കുറിച്ച് പറയാം. ഇവിടെ വികസന കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് നടന്നിട്ടുള്ളതെല്ലാം UDF സർക്കാർ ഈ സംസ്ഥാനത്ത് അധികാരത്തിലുള്ളപ്പോഴാണ്. ശ്രീ AK ആന്റണിയും ശ്രീ ഉമ്മൻചാണ്ടിയും അധികാരത്തിൽ ഇരുന്നപ്പോഴാണ് ഈ നിയോജകമണ്ഡലത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളത്. കഴിഞ്ഞ 10 വർഷമായി ഈ നിയോജകമണ്ഡലത്തിൽ വികസന പ്രവർത്തനം നടക്കുന്നില്ല. നോക്കൂ, ഇവിടെ താലൂക്ക് രൂപീകരിച്ചത് UDF സർക്കാരിന്റെ കാലത്താണ്, ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്താണ്. താലൂക്ക് ആശുപത്രി പോലും അതൊരു തർക്കം പറഞ്ഞു. 2013 നിയമസഭയിൽ ഒരു ഉമ്മൻചാണ്ടി ഒരു കുറിപ്പ് എഴുതി കൊടുത്തത് അപ്പുറത്തേക്ക് നിയമപരമായ ഒന്നും അല്ലെങ്കിൽ എന്റെ ഭരണപരമായ ഒന്നും ഉണ്ടായിട്ടില്ലെന്നാണ് പറയുന്നത്. തൊട്ടപ്പുറത്ത് കോന്നി താലൂക്കോ പട്ടാമ്പി താലൂക്കോ ബാക്കി എല്ലാ താലൂക്കുകൾക്കും ബാധകമായിട്ടുള്ള ഒരു വിഷയം, ഒരേ ഉത്തരവിൽ വന്നിട്ടുള്ള വിഷയം പത്തനാപുരത്തെ താലൂക്കിന് മാത്രം ബാധകമല്ല എന്ന് പറയുന്ന മന്ത്രി, അദ്ദേഹം ഒരു മന്ത്രിസ്ഥാനത്തിരുന്നയാളല്ലേ. അപ്പോൾ ബാക്കി താലൂക്കുകളൊന്നും ആരും അംഗീകരിച്ചിട്ടില്ലേ? എല്ലാ താലൂക്കുകളും അന്ന് ഒന്നിച്ച് രൂപീകരിച്ച 2013 രൂപീകരിച്ച ബാക്കി താലൂക്കുകളെല്ലാം ആ ഉത്തരവിനെ അംഗീകരിക്കുന്നുണ്ട്. പിന്നെ പത്തനാപുരത്ത് മാത്രം എന്താ അംഗീകരിക്കാൻ കഴിയാതെ പോകുന്നത്? അപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വികസന പ്രവർത്തനങ്ങളാണെങ്കിൽ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. അദ്ദേഹം ധൈര്യമായി ഇറങ്ങി വരട്ടെ. ഒരു പൊതുവേദിയിൽ ഇരുന്നുകൊണ്ട് ഈ നിയോജകമണ്ഡലത്തിലെ വികസന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. നിങ്ങൾ ന്യൂസ് 18 ഇനിഷ്യേറ്റീവ് എടുത്തോളൂ, ഞാൻ തയ്യാറാ. അദ്ദേഹവും വരട്ടെ, നമുക്ക് വികസന കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാം. ജയ ഉറപ്പാണ്. 100%. ഇതാണ് ജ്യോതികുമാർ ചാമക്കാലയുടെ ആത്മവിശ്വാസം. കഴിഞ്ഞ 5 വർഷം ഇവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചതിന്റെ ഒരു ആത്മവിശ്വാസം കൂടി ജ്യോതികുമാർ ചാമക്കാലയ്ക്കും UDFനുമുണ്ട്. വികസനമെങ്കിൽ വികസനം ചർച്ച ചെയ്യാം, വ്യക്തിപരമായ പ്രശ്നങ്ങളാണെങ്കിൽ അതും ചർച്ച ചെയ്യാൻ തയ്യാറാണ് എന്നാണ് UDF സ്ഥാനാർത്ഥി ജ്യോതികുമാർ ചാമക്കാല പറയുന്നത്. പത്തനാപുരത്ത് നിന്നും അരുൺ പാലോടിനൊപ്പം VV അരുൺ, ന്യൂസ് 18.